ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച് നായകൻ രോഹിത് ശർമ്മ. IPL മത്സരങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഏവരെയും അമ്പരപ്പിച്ച രോഹിത്തിന്റെ വിരമിക്കൽ. ഇംഗ്ലണ്ടിൽ നടക്കുന്ന 5 ടെസ്റ്റ് പരമ്പരകൾ ജൂൺ 20-നാണ് ആരംഭിക്കുന്നത്. നേരത്തെ തന്നെ മോശം ഫോമിലുള്ള രോഹിത്തിനെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നും പുതിയ ഇന്ത്യൻ ക്യാപ്റ്റനെ തേടുന്നുവെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. 2020 ലോകകപ്പ് കിരീട നേട്ടത്തിന് പിന്നാലെ രോഹിത് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് രോഹിത് വിരമിക്കൽ പുറത്തുവിട്ടത്. ടെസ്റ്റിൽ രാജ്യത്തിനായി കളിക്കാൻ സാധിച്ചത് അഭിമാനമാണെന്ന് രോഹിത് കുറിച്ചു. എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിയെന്നും രോഹിത് കുറിച്ചു. എന്നാൽ തുടർന്നും ഏകദിന ഫോർമാറ്റിൽ താൻ ഇന്ത്യക്കായി കളിക്കുമെന്ന് 38-കാരനായ രോഹിത് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ T20 ലോകകപ്പ് കിരീടം നേടിയതിന് പിന്നാലെ രോഹിത് ശർമ്മ പരിമിത ഓവർ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനത്തെ തുടർന്ന് രോഹിത് വിരമിക്കണമെന്ന ആവശ്യം നേരത്തെ ശക്തമായിരുന്നു. 67 ടെസ്റ്റുകളിൽ നിന്ന് 4301 റൺസാണ് 38-കാരന്റെ സമ്പാദ്യം. 15 സെഞ്ചുറികളും 18 അർദ്ധ സെഞ്ചുറികളും നേടി.